me why we never take an offering. അതെ, ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങളുടെ ക്രിസ്തുമസിൽ സ്തോത്രവാഴ്ച എടുക്കാത്തത്? We have about 70 to 100 churches that have been planted in the last 45 years. കഴിഞ്ഞ 45 വർഷങ്ങൾക്കുള്ളിൽ 70 മുതൽ 100 വരെയുള്ള സഭകൾ പല സ്ഥലങ്ങളിൽ in 10-11 countries. 10 രാജ്യങ്ങളിലുണ്ട്. And all these 45 years we have never once taken an offering in any of those churches. ഈ ഒരു സഭകളിലും ഒരിക്കൽ പോലും ഞങ്ങൾ സ്തോത്രവാഴ്ച എടുത്തിട്ടില്ല. Every church is led by elders, not by pastors. എല്ലാ സഭകളെയും നയിക്കുന്നത് മൂപ്പന്മാരാണ്, പാസ്റ്റർമാരല്ല. Pastor is a gift, meaning shepherd. പാസ്റ്റർ എന്ന് പറയുന്നത് ഒരു വരമാണ്, just like ഇടയൻ മേയ്ക്കുന്ന വരം. just like apostle or prophet or teacher, pastor. അപ്പോസ്തലൻ, പ്രവാചകൻ, ഉപദേഷ്ടാവ് എന്ന് പറയുന്നത് പോലെ ഇടയനും ഒരു വരമാണ്. They mentioned in Ephesians 4:11. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ നാം ഇത് വായിക്കുന്നു. But the leaders of churches in Acts of the Apostles were called elders. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികളിൽ നാം വായിക്കുന്നത് സഭയിലെ നേതാക്കന്മാരെ മൂപ്പന്മാർ എന്നായിരുന്നു വിളിച്ചിരുന്നത്. Timothy, Titus talks about elders who lead churches. തിമോത്തിയോസും തീത്തോസും ഒക്കെ മൂപ്പന്മാരെ നിയമിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. So we try to follow the Bible exactly. അതുകൊണ്ട് ഞങ്ങൾ വേദപുസ്തകത്തെ അതുപോലെ തന്നെ ഞങ്ങൾ പ്രാവർത്തികമാക്കുവാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. Jesus never took an offering, Paul never took an offering, so we don't take an offering. യേശുക്രിസ്തു ഒരിക്കലും സ്തോത്രവാഴ്ച എടുത്തില്ല, പൗലോസ് സ്തോത്രവാഴ്ച എടുത്തില്ല, അതുകൊണ്ട് ഞങ്ങളും സ്തോത്രവാഴ്ച എടുക്കാറില്ല. But Jesus would sit near the offering box and see people putting in, like that widow put in 2 mites. എന്നാൽ യേശുക്രിസ്തു അവിടെ ഒരു സ്തോത്രവാഴ്ച പെട്ടി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ യേശുക്രിസ്തു ഒരു വിധവ അവിടെ വെള്ളിക്കാശ് ഇടുന്ന കണ്ടു. We follow that example and keep a box, and those who want to put can put. We don't know who puts and when they put. ഞങ്ങളുടെ സഭകളിൽ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. എവിടെയെങ്കിലും പുറകിൽ എവിടെയെങ്കിലും ഒരു പെട്ടി വയ്ക്കും. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ, മനസ്സിൽ അവർക്ക് പ്രേരണ ഉണ്ടാകുമ്പോൾ അവർ ആ ബോക്സിൽ നിക്ഷേപിക്കും, അത്ര തന്നെ. And like the Apostle Paul, all of us elders support ourselves and don't take any money from the offering box for our support. അപ്പോസ്തലനായ പൗലോസ് കാണിച്ച മാതൃക പോലെ ഞങ്ങളുടെ സഭകളിലെ മൂപ്പന്മാർ എല്ലാവരും തന്നെ അവര് ജോലി ചെയ്ത് തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു. സഭയിലെ പണപ്പെട്ടിയിൽ നിന്ന് ഒരു പൈസ പോലും ആരും എടുക്കാറില്ല. We have about 150 elders. Everyone is self-supporting. 150ഓളം മൂപ്പന്മാർ സഭകളിലുണ്ട്. അവർ എല്ലാവരും തന്നെ സഭയിൽ നിന്നും ഒരു പൈസ പോലും കൈപ്പറ്റാതെയാണ് അവർ സ്വയമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്നവരാണ്. Including me for the last 45 years. ഞാൻ ഉൾപ്പെടെ കഴിഞ്ഞ 45 വർഷമായി. Why? Because Paul said we want to show that we are not preaching the gospel for money. ഞങ്ങൾ പണത്തിന് വേണ്ടിയല്ല സുവിശേഷം പ്രസംഗിക്കുന്നത് എന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ അത് ചെയ്യുന്നത്. The other thing we have never done in 45 years is we have never sent a report of our work to any part of the world. കഴിഞ്ഞ 45 വർഷമായിട്ട് ഞങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് ലോകത്തിന്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മറ്റാർക്കും ഞങ്ങൾ ഇതുവരെ അയച്ചു കൊടുത്തിട്ടില്ല. Because many of these reports are indirect ways of begging for money. ഈ പല ഇപ്രകാരം അയക്കുന്ന റിപ്പോർട്ടുകളൊക്കെ മറ്റുള്ള അടുത്തു നിന്ന് പണം ചോദിക്കുന്നതിന്റെ ഒരു വളഞ്ഞ വഴിയാണ്. And a lot of these reports are very often false. മിക്കവാറും ഈ പല റിപ്പോർട്ടുകളും തെറ്റാണ്. അത് കാര്യങ്ങളെ പർവ്വതീകരിച്ച് കാണിച്ചാണ് അവർ റിപ്പോർട്ടുകൾ ഉണ്ടാക്കുന്നത്. 100,000 people were converted in such and such a state in the last 1 year. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഈ സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് ആളുകൾ രക്ഷിക്കപ്പെട്ടു. And some people in the West believe it blindly and send money. പടിഞ്ഞാറൻ രാജ്യത്തുള്ള ചില ആളുകൾ ഇത് കണ്ണടച്ച് വിശ്വസിച്ച് പണം അയച്ചു കൊടുക്കുന്നു. Who knows if there are so many people converted? അത്രയും പേര് രക്ഷിക്കപ്പെട്ടു എന്ന് ആർക്കറിയാം? Jesus said, if you do something good, don't let your left hand know what the right hand is doing. യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങളുടെ ഇടത് കൈ ചെയ്യുന്നത് എന്തെന്ന് വലത് കൈ അറിയേണ്ട ആവശ്യമില്ല. Why all this advertising? എന്തിനാണ് ഈ പരസ്യപ്പെടുത്തുന്നത്? Paul never did it. പൗലോസ് അങ്ങനെ ചെയ്തില്ലല്ലോ. The apostles never did it. അപ്പോസ്തലന്മാർ അങ്ങനെ ചെയ്തില്ല.
Today's version of Christianity is completely different from what you read in the Bible. വേദപുസ്തകത്തിൽ നിങ്ങൾ കാണുന്നതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഇന്ന് നാം കാണുന്ന ക്രിസ്തീയത. Jesus said, യേശു പറഞ്ഞു in Luke 16 ലൂക്കോസ് 16 and verse 13, ലൂക്കോസ് 16 13 വാക്യം, there are two masters. രണ്ട് യജമാനന്മാരുണ്ട്. There are two masters the church can serve. സഭയ്ക്ക് സേവിക്കുവാൻ കഴിയുന്ന രണ്ട് യജമാനന്മാർ. And you know who those two masters are? ആ രണ്ട് യജമാനന്മാർ ആരൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് അറിയാമോ? Not God and Satan. അത് ദൈവവും പിശാചുമല്ല ആ രണ്ട് യജമാനന്മാർ. Luke 16:13. ലൂക്കോസ് 16 30 വാക്യം 13 വാക്യം നാം അത് വായിക്കുന്നു. God and money. അവിടെ പറയുന്നത് ദൈവവും മാമോനും, ദൈവത്തെയും മാമോനെയും സേവിക്കുവാൻ കഴിയില്ല. Mammon means earthly wealth. ഈ മാമോൻ എന്ന് പറയുന്നത് അത് ഈ ഭൂമിയിലെ ധനം, സമ്പത്ത്. Those are the two masters. ഇതാണ് രണ്ട് യജമാനന്മാർ. And every church can serve God or money, but you can't serve both, he said. ഓരോ സഭയ്ക്കും, എല്ലാ സഭകൾക്കും ദൈവത്തെയോ മാമോനെയോ നിങ്ങൾക്ക് സേവിക്കുവാനായിട്ട് കഴിയും. രണ്ടിനെ ഒന്നിച്ച് സേവിക്കുവാൻ കഴിയില്ല. If the main thing in a church is money, it's one way of saying, God, we don't want you. ഒരു സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊന്നൽ പണമാണെങ്കിൽ ആ സഭ പറയുന്നത് ദൈവത്തെ ഞങ്ങൾക്ക് വേണ്ട എന്നാണ്. We are to serve God. നാം ദൈവത്തെയാണ് സേവിക്കേണ്ടത്. And if we serve God and seek his kingdom, നാം ദൈവത്തെ സേവിച്ച് ദൈവരാജ്യം അന്വേഷിക്കുന്നവരാണെങ്കിൽ all that we need in our personal life, family life and church life, God will provide. നമുക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ സഭാ ജീവിതത്തിൽ വേണ്ടതെല്ലാം ദൈവം തന്നുകൊള്ളും. I left my job in the Indian Navy 53 years ago. ഇന്ത്യൻ നേവിയിലുള്ള എൻ്റെ ജോലി 53 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ I ഉപേക്ഷിച്ചത്. have never sent a report in my life. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ ഒരു റിപ്പോർട്ട് ആർക്കും അയച്ചു കൊടുത്തിട്ടില്ല. God has provided my need. ദൈവം എൻ്റെ ആവശ്യങ്ങളെല്ലാം I'm സന്ധിച്ചു. not the first person like അത് that. അങ്ങനെ ദൈവം ആവശ്യങ്ങൾ സന്ധിച്ച ഏറ്റവും ആദ്യത്തെ വ്യക്തി ഞാനല്ല. All the apostles are also like that. അപ്പോസ്തലന്മാരെല്ലാം അങ്ങനെയായിരുന്നു. Today's Christianity, with all this advertising of reports and what we are doing for the Lord and asking for money and forcing people to tithe, is completely contrary to what Jesus and the apostles did. യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരും ചെയ്തതിൽ നിന്ന് ഘടകവിരുദ്ധമായി ഇന്ന് തങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ പരസ്യപ്പെടുത്തുകയും പണത്തിനു വേണ്ടി ഇരക്കുകയും ആളുകൾ ദശാംശം കൊടുക്കണമെന്ന് അവരെ നിർബന്ധിക്കുകയും ചെയ്യുന്ന ഈ ക്രിസ്തീയത യേശുവും അപ്പോസ്തലന്മാരും പഠിപ്പിച്ചതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. It is being done the way earthly corporations send the report of their work every year to all their shareholders. ഇന്ന് ഭൂമിയിലുള്ള വലിയ വ്യവസായ സ്ഥാപനങ്ങൾ തങ്ങളുടെ ഷെയർ ഹോൾഡേഴ്സിന് തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് അയച്ചു കൊടുക്കുന്നത് പോലെയാണ് ക്രിസ്തീയ സംഘടനകളും സഭകളും ഇന്ന്. Christian world has become like the business world. ഇന്ന് ക്രിസ്തീയ ലോകം അത് ഒരു ബിസിനസ് ലോകം പോലെ ആയിരിക്കുന്നു. And how is it so many believers are accepting that? ഇത് എങ്ങനെയാണ് അനേക വിശ്വാസികൾ ഇത് കണ്ണടച്ച് വിശ്വസിക്കുന്നത്? How is it so many of you sitting here accept that from your priests and your pastors? നിങ്ങളുടെ അച്ഛന്മാരിൽ നിന്നും നിങ്ങളുടെ പാസ്റ്റർമാരിൽ നിന്നും ഈ കാര്യങ്ങൾ നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? I will tell you the reason in plain truth. ഞാൻ നിങ്ങളോട് നഗ്ന സത്യം തുറന്നു പറയട്ടെ. Because you do not read your Bible carefully. നിങ്ങൾ ദൈവവചനം നിങ്ങൾ ശ്രദ്ധയോടെ വായിക്കുന്നില്ല, അതാണ് You are ignorant of the Bible God gave you. നിങ്ങൾക്ക് ദൈവം നൽകിയ ഈ ദൈവവചനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ല. You don't compare what is happening in your church with what is written in this book. നിങ്ങളുടെ സഭയിൽ നടക്കുന്ന കാര്യങ്ങൾ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നതുമായി നിങ്ങൾ താരതമ്യപ്പെടുത്തി നോക്കുന്നില്ല. I grew up in the Orthodox church. ഞാൻ ഓർത്തഡോക്സ് സഭയിലാണ് വളർന്നത്. Then I was born again. അതിനെ തുടർന്ന് ഞാൻ വീണ്ടും ജനനം പ്രാപിച്ചു. And then I went from in the beginning I knew very little. In the beginning I knew very little about the Bible. എനിക്ക് ആദ്യം ബൈബിളിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല. As I discovered more and more, I had to keep moving from one church to another. ഞാൻ കൂടുതൽ ദൈവവചനങ്ങളിൽ നിന്ന് സത്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഒരു സഭയിൽ നിന്ന് എനിക്ക് മാറേണ്ടി വന്നു മറ്റൊരു സഭയിലേക്ക്. So somebody told me, "Brother Zach, you're a very unstable person, always going from one church to another church." അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, താങ്കൾ ഒരു വളരെ അസ്ഥിരനായ മനുഷ്യനാണല്ലോ, ഒരു സഭയിൽ നിന്ന് മറ്റൊരു സഭയിലേക്ക് ചാടിക്കൊണ്ടിരിക്കുന്നു. I said, "I've always been unstable."
ഞാൻ പറഞ്ഞു, ഞാൻ എപ്പോഴും ഞാൻ ഇപ്രകാരം അസ്ഥിരൻ തന്നെയാണ്. I left first standard and went to second standard. ഞാൻ 1ാം ക്ലാസ് വിട്ട് 2ാം ക്ലാസ്സിലേക്ക് പോയി. That also I left and went to third standard. 2ാം ക്ലാസ് വിട്ട് 3ാം ക്ലാസ്സിലേക്ക് After പോയി. 1 year I left that and went to fourth standard. ഒരു വർഷം കഴിഞ്ഞ് 4ാം ക്ലാസ്സിലേക്ക് പോയി. I've always been unstable. ഞാൻ ജീവിതത്തിലുടനീളം ഇപ്രകാരം അസ്ഥിരനായിരുന്നു. I have never been like these steady people who always say in kindergarten for 30 years. 30 വർഷം ഇവിടെ LKGയിൽ പഠിക്കുന്ന ഒരാളിനെ പോലെ ഞാൻ സ്ഥിരമായിട്ട് അങ്ങനെ ഒരു ക്ലാസ്സിൽ ഇരുന്നിട്ടില്ല. Sit in the same church, whether right or wrong, stay there forever. ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഒരു സഭയിൽ തന്നെ ഞാൻ അവിടെ തന്നെ ഇരിക്കുമെന്ന് തീരുമാനിച്ചിട്ടില്ല. No respect for the word of God which God has given us to live by. ദൈവം നമുക്ക് ജീവിക്കുവാനായിട്ട് ഒരു തന്നിരിക്കുന്ന ദൈവവചനത്തെ ഒട്ടും ബഹുമാനിക്കാത്ത ആളുകൾ. From today you are responsible before God because you have heard me speak the truth to you. ഇന്ന് നിങ്ങളോട് ഈ സത്യം തുറന്നു പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന് മുമ്പാകെ നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി If you take it, it will revolutionize your life like it revolutionized my life. എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചതുപോലെ ദൈവവചനത്തെ നിങ്ങൾ ഗൗരവമായി എടുക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെയും അത് മാറ്റിമറിക്കും. God says, look at things from a heavenly standpoint. Come up higher. ദൈവം പറയുന്നു, നിങ്ങൾ മുകളിലേക്ക് കയറി വന്ന് ആ സ്വർഗീയ കാഴ്ചപ്പാടോടുകൂടെ നിങ്ങൾ കാര്യങ്ങളെ കാണുക. Look at money from a heavenly standpoint. നിങ്ങൾ പണത്തെ സ്വർഗീയ കണ്ണുകളോടുകൂടെ കാണുക. And look at overcoming sin from a heavenly standpoint. പാപത്തെ ജയിക്കുന്നത് സ്വർഗീയ കാഴ്ചപ്പാടോടുകൂടെ കാണുക. Which do you think is more important? എന്താണ് കൂടുതൽ പ്രധാനമുള്ളത് എന്നാണ് നിങ്ങൾ To have a ചിന്തിക്കുന്നത്? pure heart or to have a large bank account? ഒരു ശുദ്ധമായ ഹൃദയം ഉണ്ടാകുന്നതാണോ, വളരെയധികം പണം ബാങ്കിൽ ഉണ്ടാവുന്നതാണോ, ഏതാണ് പ്രധാനം? Don't give me what you think is the spiritual answer. Tell me the real truth which you believe. ആത്മീയമായ ഈ ഉത്തരമാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് അങ്ങനെ ഒരു ശരിയുത്തരം പറയേണ്ട. നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്? Answer it by looking at what you are doing in your life. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് പിൻപറ്റുമെന്നതിനെ ആസ്പദമാക്കി നിങ്ങൾ ഉത്തരം പറയുക. And if you want to know what is important, ask yourself, what is it you think about most in your life? എന്താണ് പ്രധാനമെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൂടുതൽ ചിന്തിക്കുന്നത് എന്താണ് എന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുക. That is what is important for you. അതാണ് നിങ്ങൾക്ക് കൂടുതൽ Is it പ്രാധാന്യം. money, പണമാണോ, earthly things, ഭൂമിയിലുള്ള or കാര്യങ്ങൾ, is it a pure heart അതോ ഒരു ശുദ്ധ ഹൃദയമാണോ, and pleasing God, ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? loving people who hate you, നിങ്ങളെ ദ്വേഷിക്കുന്നവരെ സ്നേഹിക്കുന്നതാണോ നിങ്ങൾ blessing ആഗ്രഹിക്കുന്നത്? those who curse you, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുന്നതിനെ കുറിച്ചാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? overcoming dirty sexual thoughts? നിങ്ങളുടെ മനസ്സിലുള്ള തെറ്റായ ലൈംഗിക മോഹങ്ങളെ ജയിക്കുന്നതിനെ കുറിച്ചാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? Do you know the number of born again believers who watch pornography on their computer? നിങ്ങൾക്കറിയാമോ, People don't watch them. വീണ്ടും ജനനം പ്രാപിച്ച അനേക ആളുകൾ മറ്റാരും കാണാതിരിക്കുമ്പോൾ തങ്ങളുടെ കമ്പ്യൂട്ടറുകളിൽ അശ്ലീല ലൈംഗിക കാര്യങ്ങളെ കാണുന്നവരാണ്. And on their phone, അവരുടെ ഫോണിൽ they call themselves believers. അവർ തങ്ങളെ തന്നെ വിശ്വാസികൾ Some എന്നാണ് of them വിളിക്കുന്നത്. are pastors. അവരിൽ ചിലർ പാസ്റ്റർമാരാണ്. I know it എനിക്കറിയാം. because many of them write to me emails anonymously. എനിക്ക് അവരെ പേര് വെക്കാതെ ചിലപ്പോൾ അവരുടെ ഈ പ്രശ്നങ്ങൾ എനിക്ക് They ഇമെയിലിലൂടെ ask me, എനിക്ക് Brother എഴുതാം. Zach, how can I overcome this? അവരെന്നോട് ചോദിക്കാറുണ്ട്, സഹോദരൻ സാക്ക്, എനിക്ക് ഇതിൽ നിന്ന് എങ്ങനെയാണ് വിജയം പ്രാപിക്കുവാൻ I കഴിയുക? don't know who they are. അവരാരാണെന്ന് എനിക്കറിയില്ല. They send me an email and they're asking for help to overcome these bad habits. ഇങ്ങനെയുള്ള തെറ്റായ ശീലങ്ങളിൽ നിന്ന് എനിക്ക് എങ്ങനെ ജയിക്കുവാൻ കഴിയുമെന്ന് അവർ പേര് വെക്കാതെ ചിലപ്പോൾ എഴുതി എന്നോട് ചോദിക്കാറുണ്ട്. I've never got a letter asking how to make more money. എങ്ങനെയാണ് കുറച്ചുകൂടെ പണം ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചാരും കത്തെഴുതിയിട്ട് എന്നോട് എഴുതി ചോദിച്ചിട്ട് They know that's not what we preach. അതല്ല ഞങ്ങൾ പ്രസംഗിക്കാറുള്ളത്. Jesus did not come here to teach us how to make more money. എങ്ങനെയാണ് കൂടുതൽ പണം സമ്പാദിക്കുന്നത് എന്ന് നിങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടിയല്ല യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. If you can sit back and say, well, now I'm retired and I made a lot of money in my life. എന്റെ ജീവിതത്തിൽ ഞാൻ വളരെയധികം ധനം സമ്പാദിച്ചു, ഇനി എനിക്ക് ചാരുകസേരയിൽ റിട്ടയർ ചെയ്തിരിക്കാമെന്ന് പറയുന്നുവെങ്കിൽ, And your children are just nominal believers. They are not wholehearted radical servants of Jesus Christ. എന്നാൽ നിങ്ങളുടെ മക്കൾ അവരെ വീണ്ടും ജനനം പ്രാപിച്ചിട്ടില്ല. അവരെ യഥാർത്ഥത്തിൽ ആഴമായി കർത്താവിനെ സ്നേഹിച്ച് അവരെ തീവ്രമായി കർത്താവിനെ വിശ്വസിച്ച് പിൻപറ്റുന്നവരല്ല എങ്കിൽ, You say, oh, they have accepted Christ, they have taken baptism, they'll go to heaven. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം, അവര് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, സ്വർഗത്തിൽ പോയേക്കാം. Shame on you if you call yourself a believer and that's what makes you happy. എന്നാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു വിശ്വാസി എന്ന് വിളിച്ച് നിങ്ങളുടെ മറ്റ് പണക്കാര്യങ്ങളിലാണ് നിങ്ങളുടെ സന്തോഷമെങ്കിൽ നിങ്ങളെ കുറിച്ച് തന്നെ ലജ്ജിക്കുക. That's like saying, my child has learned to read and write. എന്റെ മക്കൾ അവർ വായിക്കാനും എഴുതുവാനും പഠിച്ചു എന്ന് He has learned addition and subtraction.
അവര് കൂട്ടാനും കുറയ്ക്കാനും പഠിച്ചിട്ടുണ്ട്. He has finished 4th standard. I don't need to send him for any more education. 4ാം ക്ലാസ് വരെ പഠിച്ചു, ഇനി കൂടുതൽ പഠിക്കാനായിട്ട് ഞാൻ വിടുന്നില്ല എന്ന് പറയുന്ന ഒരു പിതാവിനെ പോലെയാണ്. Why are you so keen that they should do graduate study, postgraduate study? അവര് ഗ്രാജുവേഷൻ പഠിക്കണം, പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കണം എന്ന് നിങ്ങൾ എത്ര തീവ്രമായി നിങ്ങൾ അവരെ കുറിച്ച് ആഗ്രഹിക്കുന്നു. Nothing wrong in that. അതിലൊരു തെറ്റുമില്ല. I also led my children to study so that they can earn their own living and not become beggars in the world. ഈ ലോകത്ത് യാചകരെ പോലെ ജീവിക്കാതെ തങ്ങൾക്ക് സ്വന്തമായി പണം സമ്പാദിച്ച് കുടുംബത്തെ പോറ്റുവാനായിട്ട് എന്റെ മക്കളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. I was not happy with that. I've got 4 sons. എനിക്ക് 4 ആൺമക്കളാണുള്ളത്. എന്നാൽ അവരുടെ ജോലിയും പഠനവും കൊണ്ട് ഞാൻ സംതൃപ്തനായിരുന്നില്ല. They must be radical disciples of Jesus, otherwise shame on them. യേശുവിനെ ആഴമായി സ്നേഹിച്ച് പിൻപറ്റുന്ന ശിഷ്യരായിരിക്കണം അവരെന്ന് ഞാൻ ആഗ്രഹിച്ചു. അല്ലെങ്കിൽ എനിക്ക് തന്നെ അതൊരു ലജ്ജാകരമായ ഒരു ജീവിതം. Are you happy that your children have got a good education and a good job? നിങ്ങളുടെ മക്കൾക്ക് നല്ല പഠനമുണ്ട്, നല്ല ജോലിയുണ്ട് എന്നതിൽ നിങ്ങൾ മാത്രം തൃപ്തരായിരിക്കുന്നവരാണോ? Married some rich person? ഒരു ധനമുള്ള ഒരു വ്യക്തിയെ കല്യാണം കഴിച്ചു എന്നതിലാണോ നിങ്ങളുടെ സന്തോഷം? They are living comfortably in some house? അവരേതെങ്കിലും ഒരു വീട്ടിൽ വളരെ സന്തോഷത്തോടെ സുഖസൗകര്യങ്ങളോടെ ജീവിക്കുന്നു എന്നുള്ളതിലാണോ നിങ്ങളുടെ തൃപ്തി? What are they doing for Jesus Christ on this earth? ഈ ഭൂമിയിൽ യേശുക്രിസ്തുവിന് വേണ്ടി അവർ എന്താണ് ചെയ്യുന്നത്? You say they are not full-time workers. നിങ്ങൾ പറയും, അവര് പൂർണ്ണസമയ സുവിശേഷകരൊന്നുമല്ല. Every Christian must be a full-time witness for Jesus Christ. ഓരോ ക്രിസ്ത്യാനിയും യേശുവിന്റെ പൂർണ്ണ സമയ സാക്ഷിയായിരിക്കണം എന്ന് ദൈവവചനം He പറയുന്നു. can do his earthly job to earn a living. ഭൂമിയിലെ തങ്ങളുടെ കുടുംബ ജീവ സന്ധാരണത്തിനായിട്ട് ഒരു ഭൂമിയിലുള്ള ജോലി ചെയ്യണം. Paul was a tent maker. He was a businessman earning his living that way. പൗലോസ് ഒരു കൂടാരപ്പണി ചെയ്ത് ഒരു ബിസിനസ് ചെയ്ത് തന്റെ കുടുംബം തന്റെ ആവശ്യങ്ങൾക്ക് പണം If സ്വരൂപിക്കുന്നവനായിരുന്നു. you ask him, what are you, Paul? പൗലോസിനോട് നിങ്ങൾ ചോദിക്കുക, പൗലോസ് താങ്കൾ എന്താണ് He ചെയ്യുന്നത്? won't say, I'm a tent maker. പൗലോസ് പറയും, ഞാനൊരു കൂടാരപ്പണിക്കാരനാണ്. He'd say, I'm an apostle of Jesus Christ. എന്നാൽ പൗലോസ് അങ്ങനെയല്ല പറയുക. പൗലോസ് പറയും, ഞാൻ കർത്താവിന്റെ I'm ഒരു a servant അപ്പോസ്തലനാണ്, of the Lord. ഞാൻ കർത്താവിനെ You സേവിക്കുന്നവനാണ്. say, oh, Paul, I thought you were a tent maker. എന്നാൽ പൗലോസ് താങ്കൾ ഒരു കൂടാരപ്പണിക്കാരനാണെന്നാണല്ലോ ഞാൻ You say, ചിന്തിച്ചത്. oh, that's just to earn my living. അത് ആ പണി അത് എന്റെ ജീവിതത്തിന് ആവശ്യമായ പണത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു So ജോലിയാണ്. I don't have to beg from others. ഞാൻ ആ ജോലി ചെയ്ത് ഞാൻ പണം സമ്പാദിക്കുന്നു, അതുകൊണ്ട് എന്റെ ആവശ്യങ്ങൾ നിറവേറുന്നു, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരും. Main job in life is to be a witness for Christ. എന്നാൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന ലക്ഷ്യം യേശുക്രിസ്തുവിന്റെ ഒരു സാക്ഷിയായിട്ട് That's what your ജീവിക്കുക. children must say. അതാണ് നിങ്ങളുടെ മക്കൾ പറയേണ്ടത്. I'm a teacher. ഞാനൊരു അധ്യാപകനാണ്, I'm a nurse. ഞാനൊരു നഴ്സാണ്, I'm an engineer. ഞാനൊരു എഞ്ചിനീയറാണ്. That's all just to earn my living. അത് എന്റെ ജീവസന്ധാരണത്തിനുള്ള ഒരു But my മാർഗം. main job in life is to be a witness for Christ. എന്നാൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം യേശുവിന്റെ സാക്ഷിയായിട്ട് If ജീവിക്കുക. that is not what your children are saying, അത് അല്ല നിങ്ങളുടെ മക്കൾ പറയുന്നതെങ്കിൽ, I want to encourage you parents, go and fall on your face before God and pray for them. നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ പോയി നിങ്ങളുടെ മുഖം പൊടിയിൽ വെച്ച്, മുഖം നിലത്ത് വെച്ച് നിങ്ങൾ ദൈവത്തിന്റെ മുമ്പാകെ വീണ് കരഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. That shows you're not wholehearted yourself. അത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ തന്നെ ആ തരത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ പിൻപറ്റുന്നവരല്ല. God answers the prayers of the wholehearted. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്. One day when we stand before the Lord, നിങ്ങൾ ഒരിക്കൽ ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ you will remember this sermon I preached to you today. ഇന്ന് ഞാൻ നിങ്ങളോട് പ്രസംഗിച്ച ഈ പ്രസംഗം നിങ്ങൾ അന്ന് ഓർക്കും. And the Lord will ask you, what did you do about it? അന്ന് ദൈവം നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ ഈ കേട്ടതിനെ കുറിച്ച് നിങ്ങൾ എങ്ങനെ പ്രതികരിച്ചു? Did you take it seriously? നിങ്ങളത് ഗൗരവമായി എടുത്തോ? Did you believe that what my servant said was the word of God? ഈ എന്റെ ദാസൻ പറഞ്ഞത് ദൈവവചനമാണ് എന്ന് നിങ്ങൾ അപ്രകാരം സ്വീകരിച്ചുവോ? Are you satisfied with earning money and living your retired life? നിങ്ങൾ പണം സമ്പാദിച്ച് നിങ്ങളുടെ ഈ റിട്ടയർമെന്റ് ലൈഫ് ഇങ്ങനെ ഇരിക്കുന്നതിലാണോ നിങ്ങൾ Satisfied that I'm going to heaven, my children are going to heaven? ഞാൻ സ്വർഗ്ഗത്തിൽ പോകും, എന്റെ മക്കളും സ്വർഗ്ഗത്തിൽ പോകും എന്ന് തൃപ്തനായിരിക്കുകയാണോ നിങ്ങൾ? What about doing something for Jesus Christ before going to heaven? നിങ്ങൾ സ്വർഗ്ഗത്തിൽ പോകുന്നതിന് മുമ്പ് യേശുവിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? Dear brothers and sisters, wake up. പ്രിയ സഹോദര സഹോദരി, നീ Come ഉണർന്നെഴുന്നേൽക്കുക. up higher and see things from heaven's standpoint. നിങ്ങൾ ഉയരത്തിലേക്ക് കയറി വന്ന് സ്വർഗ്ഗത്തിന്റെ കാഴ്ചപ്പാടിൽ കാര്യങ്ങളെ കാണുക. You know, many times I shut my eyes and use my imagination to think about the future. ഞാൻ പലപ്പോഴും എൻ്റെ കണ്ണുകൾ അടച്ച് ഭാവിയെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. The future means the judgment seat of Christ which is coming. വരുന്ന ആ ന്യായാസനത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറുണ്ട്. Of how I will stand before him and he will evaluate my whole life. I think about it many times. ഞാൻ പലപ്പോഴും
ഞാൻ ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ എൻ്റെ മുഴു ജീവിതത്തെക്കുറിച്ച് ദൈവം എന്ത് വിചാരിക്കും, എന്ത് ചിന്തിക്കും എന്നതിനെ കുറിച്ച് ഞാൻ ആലോചിക്കാറുണ്ട്. Because I believe what the Bible says, that we shall give an account to him of every single thing we did and said on this earth. ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ നാം ചെയ്തതും പറഞ്ഞതുമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ കണക്ക് കൊടുക്കണമെന്ന് ദൈവവചനത്തിൽ പറയുന്നത് ഞാൻ അപ്പടി I വിശ്വസിക്കുന്നു. believe every sermon I preached in my life, God will evaluate to see what did I preach it for. ഞാൻ ഈ ഭൂമിയിൽ പ്രസംഗിച്ച ഓരോ പ്രസംഗവും അത് എന്തിനു വേണ്ടിയാണ് പ്രസംഗിച്ചത് എന്ന് ദൈവം എന്നോട് അന്ന് ചോദിക്കും. Did I speak the truth? ഞാൻ പ്രസംഗിച്ചപ്പോൾ ഞാൻ ആളുകളോട് സത്യം സംസാരിച്ചു. Did I try to get popular with people? ഞാൻ ആളുകളുടെ പേരിനും പ്രശസ്തിക്കും വേണ്ടിയാണോ ഞാൻ പ്രസംഗിച്ചത്? Popularity is as bad as seeking for money. പണം ചോദിക്കുന്നതിലും പണം ആഗ്രഹിക്കുന്നതിന്റെയും അതുപോലെ തന്നെ തിന്മയാണ് നിങ്ങൾ ആളുകളുടെ അംഗീകാരവും പ്രസിദ്ധിയുമാണ് The Lord ആഗ്രഹിക്കുന്നതെങ്കിൽ. will judge me by 10 times higher standard than he judges you. നിങ്ങളെ വിധിക്കുന്നതിൽ നിന്ന് 10 മടങ്ങ് ഗൗരവമായിട്ടായിരിക്കും ദൈവം എന്നെ Because he's വിധിക്കുന്നത്. taught me so much. കാരണം എന്നെ അത്രയധികം ദൈവം എന്നെ Just പഠിപ്പിച്ചു. like the 10th standard examination paper is much tougher than the first standard examination ഒന്നാം paper. ക്ലാസ്സിലെ പരീക്ഷ 10ാം ക്ലാസ്സിലെ പരീക്ഷ 1ാം ക്ലാസ്സിലെ പരീക്ഷയേക്കാൾ 10 മടങ്ങ് അത് കടുപ്പമുള്ളതാണ്. അതുപോലെ ആയിരിക്കും Many of you have heard so much of God's truth in your lifetime. നിങ്ങളുടെ ജീവിതകാലത്ത് നിങ്ങളിൽ പലരും അനേക ദൈവവചന സത്യങ്ങൾ കേട്ടവരാണ്. Has it promoted you closer to heaven in viewing things? നിങ്ങൾ കേട്ട ഈ ദൈവവചനങ്ങൾ സ്വർഗത്തിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ കുറച്ചുകൂടെ ഉയർത്തി നിങ്ങൾ കുറച്ചുകൂടെ ഉയരത്തിൽ നിന്ന് കാര്യങ്ങളെ കാണുവാനായിട്ട് നിങ്ങൾ അഭ്യസിച്ചിരിക്കുന്നുവോ? In the history of the church, God is always saying, come up higher, come up higher, come up higher. സഭാ ചരിത്രത്തിലുടനീളം ദൈവം ആളുകളോട് ആഹ്വാനം ചെയ്യുന്നത് മുകളിലേക്ക് കയറി വരിക, മുകളിലേക്ക് കയറി വരിക എന്നാണ്. I spent a lot of time studying church history. ഞാൻ അനേക സമയങ്ങൾ സഭാ ചരിത്രം പഠിക്കുന്നതിനായിട്ട് ചെലവഴിച്ചിട്ടുണ്ട്. The church started with such wonderful truth in the early days of the apostles. അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ ആരംഭ നാളുകളിൽ എത്ര അത്ഭുതകരമായിട്ടാണ് സഭ തുടങ്ങിയത്. I said in Revelation 2 and 3 how it sunk down and they became so worldly, all those churches. ഞാൻ നേരത്തെ പറയുകയുണ്ടായി, വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ ആ സഭകൾ വളരെ താഴേക്ക് അധപ്പതിച്ച് താണ നിലവാരത്തിലേക്ക് പോയി. And then went lower and lower and lower. അത് വീണ്ടും 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 താഴേക്ക് നിപതിക്കുകയായിരുന്നു. Right up for about 1,000 years it was spiritual darkness in Christendom in most places. ഏകദേശം 1000 വർഷങ്ങളോളം ഒരു ക്രിസ്തീയ അന്ധകാരത്തിൽ, ക്രിസ്തീയതയിൽ ലോകത്ത് മുഴുവൻ ഒരു അന്ധകാരമായിരുന്നു. And most of you are from Protestant churches. നിങ്ങളിൽ മിക്കവാറും ആളുകൾ ഇപ്രകാരമുള്ള പ്രൊട്ടസ്റ്റന്റ് സഭകളിൽ നിന്ന് വന്നവരാണ്. Whether Marthoma or CSI, നിങ്ങൾ ഒരുപക്ഷെ മർത്തോമയായിരിക്കാം, CSI ആയിരിക്കാം, Brethren or Pentecostal. ബ്രദറൻ ആയിരിക്കാം, പെന്റക്കോസ്റ്റൽ ആയിരിക്കാം. You know where this Protestant Reformation started? നിങ്ങൾക്കറിയാമോ ഈ പ്രൊട്ടസ്റ്റന്റ് നവോത്ഥാനം എവിടെയാണ് ആരംഭിച്ചത്? 500 years ago. 500 വർഷങ്ങൾക്ക് A മുമ്പാണ്. man called Martin Luther in Europe. മാർട്ടിൻ ലൂതർ യൂറോപ്പിൽ അദ്ദേഹമാണ് ആ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത്. Stood up against the Roman Catholic Church, which was the only church in those days. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരേ സഭ, ആ റോമൻ കത്തോലിക്ക സഭയ്ക്കെതിരെ അദ്ദേഹം ഒരു നിലപാടെടുത്തു നിന്നു. And he said, salvation does not come by putting money in the church. Salvation comes by repentance and faith in Jesus Christ. പണം സഭയിൽ ഇടുന്നതിലൂടെ അല്ല രക്ഷ വരുന്നത്. രക്ഷ വരുന്നത് വിശ്വാസത്തിലൂടെ, അനുതാപത്തിലൂടെ ആണ് രക്ഷ വരുന്നത് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. And through that man, God was saying to Christendom, come up higher and see the truth. ആ മനുഷ്യനിലൂടെ ജനങ്ങളെ ദൈവം ആഹ്വാനം ചെയ്തിരുന്നത്, നിങ്ങൾ മുകളിലേക്ക് വന്ന് സത്യത്തെ ഞാൻ കാണുന്നത് പോലെ കാണുക. Christendom was in a very low condition at that time around the world. ലോകം മുഴുവനും ആ സമയത്ത് ക്രിസ്തീയത വളരെ അധപ്പതിച്ച ഒരു നിലയിലായിരുന്നു. And through Martin Luther and some of his co-workers, മാർട്ടിൻ ലൂതറിന്റെയും തന്റെ സഹപ്രവർത്തകരിലൂടെയും the Christendom could see a little more of God's truth in the Bible. ദൈവവചനത്തിലെ സത്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായി കാണുവാൻ ദൈവജനങ്ങൾക്ക് But he didn't see അവസരമുണ്ടായി. everything. എന്നാൽ അവർക്ക് കാര്യങ്ങളെക്കുറിച്ച് മുഴുവൻ വ്യക്തതയും He ലഭിച്ചിരുന്നില്ല. never saw water baptism. ജലസ്നാനം അത് ശരിയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് മാർട്ടിൻ ലൂഥറിന് വെളിച്ചം ലഭിച്ചിരുന്നില്ല. Raised up the Anabaptists to preach water baptism. എന്നാൽ അതിനെ തുടർന്ന് അനാബാപ്റ്റിസ്റ്റുകാരെ എഴുന്നേൽപ്പിച്ച് ജലസ്നാനത്തെക്കുറിച്ച് God പ്രസംഗിച്ചു. was raising the church, come up a little higher and see some more. അവിടെ സഭയോട് ദൈവം പഠിപ്പിക്കുകയായിരുന്നു, നിങ്ങൾ കുറച്ചുകൂടെ മുകളിലേക്ക് ഉയർന്നു വരിക, ഉയർന്നു നിങ്ങൾ കാണുക. It's like when you come up higher ground, you can see further away. നിങ്ങൾ മുകളിലേക്ക് ഉയർന്നു വരുന്തോറും കുറച്ചുകൂടെ പുറകിലേക്ക് നിങ്ങൾ ദൂരത്തേക്ക് കാണുവാൻ കഴിയും. You climb up a 10-story building, the higher you go, the farther you can see. നിങ്ങൾ ഒരു 10 നിലകളുള്ള കെട്ടിടത്തിന് മുകളിൽ കയറുമ്പോൾ നിങ്ങൾ മുകളിലേക്ക് കയറും തോറും നിങ്ങൾക്ക് കൂടുതൽ ദൂരം മുന്നോട്ട് കാണുവാൻ കഴിയും. Then in the 18th century, God raised up John Wesley.
18-ാം നൂറ്റാണ്ടിൽ ദൈവം അതിനെ തുടർന്ന് ഈ ജോൺ വെസ്ലിയെ എഴുന്നേൽപ്പിച്ചു. He began to preach holiness. ജോൺ വെസ്ലി അദ്ദേഹം വിശുദ്ധിയെക്കുറിച്ച് പ്രസംഗിക്കുവാൻ And the power തുടങ്ങി. of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തിയെക്കുറിച്ച് പ്രസംഗിച്ചു. And then in the 19th century, 19-ാം നൂറ്റാണ്ടിൽ many evangelists were there. അന്ന് അനേക സുവിശേഷകരെ എഴുന്നേൽപ്പിച്ചു. And the Brethren assemblies came up. ബ്രദറൻ അസംബ്ലി അവര് who preached about the New Testament form of gathering. പുതിയ നിയമത്തിന്റെ രീതിയിലുള്ള സഭാ കൂട്ടായ്മകളെ കുറിച്ച് അവർ പഠിപ്പിക്കുന്നു. Studying the word of God. ദൈവത്തിന്റെ വചനം പഠിക്കുന്നതിന് അവർ ഊന്നൽ നൽകി. Nobody emphasized it like the Brethren assemblies did. ബ്രദറൻ അസംബ്ലികൾ ഉള്ള ആളുകൾ ചെയ്യുന്നത് പോലെ ദൈവവചന പഠനത്തിന്റെ പ്രാധാന്യം മറ്റാരും ഊന്നൽ നൽകിയില്ല. Very simple form of coming together. വളരെ ലളിതമായി സഭയായി കൂടി വരുന്നതിനെ കുറിച്ച് അവർ പഠിപ്പിച്ചു. There were great men among them like George Muller. ജോർജ് മുള്ളർ അപ്രകാരമുള്ള ഒരു ബ്രദറൻ വിശ്വാസിയായിരുന്നു. വളരെ ശക്തനായ ഒരു ദേവദാസ്. In the early 20th century, 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ God raised up the Pentecostal movement. ദൈവം പെന്തക്കോസ് മുന്നേറ്റത്തെ എഴുന്നേൽപ്പിച്ചു. Emphasize the baptism in the Holy Spirit. പെന്തക്കോസ് മുന്നേറ്റം വന്ന് പരിശുദ്ധാത്മാവിന്റെ നിറവിന് അവർ ഊന്നൽ നൽകി. Being filled with the Holy Spirit and the gifts of the Holy Spirit. പരിശുദ്ധാത്മ നിറവ്, പരിശുദ്ധാത്മാവ് വരങ്ങളെ കുറിച്ച് അവർ ഊന്നൽ നൽകി. And that all the gifts that God had given the apostles are available today. അപ്പോസ്തലന്മാർക്ക് ദൈവം നൽകിയ എല്ലാ വരങ്ങളും ഇന്ന് നമുക്ക് ലഭ്യമാണ് എന്ന് അവർ പഠിപ്പിച്ചു. It is like going to one more story of this truth, the building of truth. ഈ സത്യമാകുന്ന കെട്ടിടത്തിന്റെ മറ്റൊരു നിലയിലേക്ക്, വീണ്ടും ഉയർന്നൊരു നിലയിലേക്ക് പോകുന്നതിന് തുല്യമായിരുന്നു. Always God's call was come up higher, come up higher, come up higher. എപ്പോഴും ദൈവത്തിന്റെ വിളി നിങ്ങൾ മുകളിലേക്ക് കയറി വരിക, മുകളിലേക്ക് കയറി വരിക എന്നുള്ളത്. See, there's more. Everything is in the Bible. ബൈബിളിലെല്ലാം ഉണ്ട്. എന്നാൽ നിങ്ങൾ കുറച്ചുകൂടി ഉയരത്തിലേക്ക് വന്ന കാര്യങ്ങളെ വീക്ഷിക്കുക. This Bible was there for 2000 years, but many people didn't see what is in it. 2000 വർഷങ്ങളോളം ഈ ബൈബിൾ ഉണ്ട്. എന്നാൽ അനേക ആളുകൾ ബൈബിളിലുള്ള സത്യങ്ങൾ അവർക്ക് മറഞ്ഞിരുന്നു. Martin Luther's Bible had spoken about water baptism, yet he never saw it. മാർട്ടിൻ ലൂതറിന്റെ കയ്യിൽ ബൈബിൾ ഉണ്ടായിരുന്നപ്പോൾ ആ ബൈബിളിൽ ജലസ്നാനത്തെ കുറിച്ച് പറഞ്ഞിരുന്നെങ്കിലും മാർട്ടിൻ ലൂതറിന് അത് കാണുവാൻ കഴിഞ്ഞില്ല. But God gave grace to these different groups to see more and more and more and more of the truth. ദൈവം കൂടുതൽ സത്യത്തെ കാണുവാനായിട്ട് ഈ മുന്നേറ്റങ്ങൾക്കൊക്കെ കൂടുതൽ ദൈവം കൃപ നൽകി. But there are more truths than that. There's more truth in the Bible. It doesn't stop there. എന്നാൽ ദൈവവചനത്തിൽ ഉള്ള സത്യങ്ങൾ അതുകൊണ്ട് അവസാനിക്കുന്നില്ല. For example, think of a truth like this. ഉദാഹരണത്തിന് നിങ്ങൾ ഇങ്ങനെ ഒരു സത്യത്തെക്കുറിച്ച് ചിന്തിക്കുക. Romans 6:14. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. This is what revolutionized my life 45 years ago. 45 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു വാക്യമാണ്. I understood the meaning of grace. കൃപയുടെ അർത്ഥം അന്നാണ് എനിക്ക് ശരിക്കും മനസ്സിലായത്. And I saw the difference between law and grace. ന്യായപ്രമാണത്തെയും കൃപയും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് അന്ന് മനസ്സിലായി. And the new covenant. പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം. Not as a theory. അതൊരു തിയറി ആയിട്ടല്ല എനിക്ക് മനസ്സിലായത്. These Martin Luther and John Wesley and all these brethren and Pentecostals did not see a theory, they experienced something. മാർട്ടിൻ ലൂതറും ജോൺ വെസ്ലിയും ഈ മറ്റ് ദേവദാസന്മാരൊക്കെ അവരൊരു തത്വം മനസ്സിലാക്കുകയായിരുന്നില്ല. അവർ വേദപുസ്തകത്തിൽ അത് കാണുക മാത്രമല്ല, അത് പഠിക്കുക മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ അത് അനുഭവമാക്കി. പരിശുദ്ധാത്മ നിറവിനെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയുമല്ല, പരിശുദ്ധാത്മാവിന്റെ നിറവ് അവർക്ക് അനുഭവവേദ്യമായിരുന്നു. Every one of these groups were persecuted by the others. എന്നാൽ ഈ ഗ്രൂപ്പുകളെല്ലാം തന്നെ മറ്റുള്ളവർ അവരെ നിശിതമായി എതിർത്തു. You read that in Christian history. ക്രിസ്തീയ ചരിത്രത്തിൽ നിങ്ങൾക്ക് അത് വായിക്കുവാൻ കഴിയും. When Martin Luther stood up with this truth, the entire Roman Catholic Church wanted to kill him. മാർട്ടിൻ ലൂതർ ഈ സത്യത്തെ ഉയർത്തിപ്പിടിച്ചപ്പോൾ അന്ന് ഉണ്ടായിരുന്ന റോമൻ കത്തോലിക്ക ആളുകൾ, നേതാക്കന്മാരൊക്കെ അദ്ദേഹത്തെ കൊല്ലുവാനായിട്ട് തുടങ്ങി. And the church with Martin Luther started. മാർട്ടിൻ ലൂതർ അന്ന് തുടങ്ങിയ സഭ, when John Wesley preached holiness, they kicked him out. ജോൺ വെസ്ലി വിശുദ്ധിയെ കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ മാർട്ടിൻ ലൂതറിനെ അവര് തള്ളിക്കളഞ്ഞു. And then when the brethren preached something else, they kicked the brethren out of the denominational churches. Brethren ആളുകൾ അവരെ ചില സത്യങ്ങൾ പ്രസംഗിച്ചപ്പോൾ അവരെ തള്ളിക്കളഞ്ഞു. And 100 years ago when the Pentecostals began to preach some truth, they got kicked out of the denominational churches. 100 വർഷങ്ങൾക്ക് മുമ്പ് പെന്തക്കോസ് നേതാക്കന്മാർ, അന്നുണ്ടായിരുന്ന ആളുകൾ അവരെ ചില സത്യങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ അന്നുണ്ടായിരുന്ന സഭാ വിഭാഗങ്ങൾ അവരെ തള്ളി പുറത്താക്കി കളഞ്ഞു. Following Jesus, യേശുവിനെ പിൻപറ്റുമ്പോൾ, ആത്മാർത്ഥമായി പിൻപറ്റുമ്പോൾ എപ്പോഴും ഒരു നിന്ന
അതിനോട് It ചേർന്നുണ്ട്. says in Hebrews 13. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നു. It says in verse 13. Let us go to Jesus outside the camp bearing his reproach. അവിടെ 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. Jesus was crucified outside the camp. പാളയത്തിന് പുറത്താണ് യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചത്. The hill of Calvary is outside the city of Jerusalem. യെരൂശലേമിന്റെ നഗരത്തിന്റെ പുറത്താണ് കാൽവറി മല. It says in verse 12, Jesus suffered outside the gate. അവിടെ നാം വായിക്കുന്നത്, അവിടെ അവൻ നഗരവാതിലിന് പുറത്ത് വെച്ച് കഷ്ടമനുഭവിച്ചു. Let us also go outside the gate with him. നമുക്കും അവനോടൊപ്പം All these നഗരവാതിലിന് പുറത്ത് പോകും. people had to leave the church which they were in because they were not willing. That church was not willing to accept the truth. ദൈവവചന സത്യങ്ങളെ അംഗീകരിക്കുവാൻ തങ്ങളായിരുന്ന സഭകൾ തയ്യാറാകാതിരുന്നപ്പോൾ ആ പാളയത്തിൽ നിന്ന്, ആ സഭകളിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു ആ വിശ്വാസികൾ. Even the Marthoma church, how did it start? They came out of other Jacobite groups which are not accepting the truth they preached. മാർത്തോമ സഭകൾ എങ്ങനെയാണ് തുടങ്ങിയത്? അന്നുണ്ടായിരുന്ന യാക്കോബ സഭകൾ അവര് ചില സത്യങ്ങൾ ശരിയല്ല എന്ന് ബോധ്യമായപ്പോൾ അവരവിടെ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നു. Brethren came out of the Marthoma group because they wouldn't accept what the brethren preached. ബ്രദറൻ ഉള്ള ആദ്യത്തെ തുടക്കക്കാർ പ്രസംഗിച്ച സത്യങ്ങൾ മാർത്തോമ സഭ അംഗീകരിക്കാതിരുന്നപ്പോൾ ബ്രദറൻകാർക്ക് അവിടെ നിന്ന് പുറത്തു പോകേണ്ടി വന്നു. Pentecostals came out of the brethren. ബ്രദറനിൽ നിന്ന് ചില സത്യങ്ങൾ കണ്ടെത്തി പ്രസംഗിച്ചപ്പോൾ അംഗീകരിക്കാതിരുന്നപ്പോൾ അവരിൽ നിന്ന് പുറത്തു വന്ന് പെന്തക്കോസ്ത് മുന്നേറ്റം തുടങ്ങി. Brethren wouldn't accept the gift of speaking in tongues. അന്യഭാഷയിൽ സംസാരിക്കുന്നത് ബ്രദറൻ ആളുകൾ അംഗീകരിക്കില്ലായിരുന്നു. അതുകൊണ്ട് പെന്തക്കോസ്ത് പുറത്തു വരേണ്ടി വന്നു. Always the Lord is saying, എപ്പോഴും ദൈവം പറയുന്നത്, come up higher. മുകളിലേക്ക് കയറി വരിക. If you come up higher, you'll see more of the truth. നിങ്ങൾ മുകളിലേക്ക് കയറി വന്നാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമായി When you see the truth, other people will push you out. നിങ്ങൾ സത്യം കാണുമ്പോൾ, സത്യത്തിന് വേണ്ടി നിലപാടെടുക്കുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ പുറത്താക്കും. Some of your friends will kick you out. നിങ്ങളുടെ സുഹൃത്തുക്കൾ ചിലപ്പോൾ നിങ്ങളെ Because you've seen more truth than them. കാരണം നിങ്ങൾ അവരെക്കാട്ടിലും കുറച്ചുകൂടെ സത്യം നിങ്ങൾ കാണുന്നു. True consistently for 500 years. കഴിഞ്ഞ 500 വർഷങ്ങളായിട്ട് ഈ കാര്യം ഇങ്ങനെയാണ് നടക്കുന്നത്. Romans 6:14. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. Very simple verse. Sometimes I ask little children a question from this verse. വളരെ ലളിതമായ ഒരു വാക്യമാണ്. ചിലപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളോട് ഈ വാക്യത്തിൽ നിന്ന് ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. With one verse you can answer this question. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇതിന് ഉത്തരം പറയാൻ കഴിയും. How do you know whether you are under law or under grace? നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ കീഴിലാണോ കൃപയുടെ കീഴിലാണോ എന്നുള്ളത് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും? Old covenant. ന്യായപ്രമാണം എന്നത് പഴയ ഉടമ്പടിയാണ്. New covenant. കൃപ എന്നത് പുതിയ How do ഉടമ്പടിയാണ്. you know whether you are under new covenant or old covenant? എങ്ങനെയാണ് നിങ്ങൾ പഴയ ഉടമ്പടിയുടെ സ്വാധീനത്തിലാണോ പുതിയ ഉടമ്പടിയുടെ സ്വാധീനത്തിലാണോ എന്ന് മനസ്സിലാക്കുക? I ask a little 10-year-old who can read English. What does it say in this verse? 10 വയസ്സുള്ള ഇംഗ്ലീഷ് വായിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ബൈബിൾ വായിക്കാൻ കഴിയുന്ന ആളുകളോട് ഞാൻ ചോദിക്കും, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? One verse slowly, carefully. നിങ്ങൾ ഈ വാക്യം സാവധാനം പതുക്കെ വായിക്കുക. God is saying, come up higher and see this truth. നിങ്ങൾ മുകളിലേക്ക് കയറി വന്ന് ഈ സത്യം നിങ്ങൾ കാണുക എന്ന് ദൈവം നിങ്ങളോട് ആഹ്വാനം ചെയ്യും. Sin shall not rule you. പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. Because you're not under law but under grace. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ. 14-ാം വാക്യം, പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. Question. നിങ്ങളോടുള്ള ചോദ്യം, What is the mark of a man who is under law? ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ള ഒരു വ്യക്തിയുടെ അടയാളം എന്താണ്? Sin rules him. പാപം അവനിൽ കർത്തൃത്വം നടത്തുന്നു. Anger rules him. കോപം അവന്റെ മേൽ വാഴുന്നു. Sexual lust rules his thinking. ലൈംഗിക മോഹങ്ങൾ അവന്റെ ചിന്തയെ ഭരിക്കുന്നു. Watching pornography on his phone and laptop rules his private life. തന്റെ മൊബൈൽ ഫോണിലും ലാപ്ടോപ്പിലും ലൈംഗിക അശ്ലീല ചിത്രങ്ങൾ കാണുന്നതിൽ അവൻ മുഴുകിയിരിക്കുന്നു. Fighting at home with his husband or wife rules their private life. തന്റെ വ്യക്തി ജീവിതത്തിൽ വീട്ടിൽ ഭാര്യയോടും ഭർത്താവിനോടും വഴക്കിടുന്നത് അവനെ ഭരിക്കുന്നു. But they all go to church on Sunday and say hallelujah and praise the Lord and shout and clap and do all that. എന്നാൽ ഞായറാഴ്ച മീറ്റിംഗിന് ചെന്നിട്ട് എല്ലാവരും കൈയടിച്ച് ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞ്
ദൈവത്തെ എന്നവണ്ണം സ്തുതിക്കുന്നു. That's not the mark of being under grace. കൃപയ്ക്ക് കീഴിലാകുന്നതിന്റെ തെളിവ് അതല്ല. Being under grace doesn't mean you go to Sunday on speak in tongues and shout and praise the Lord. നിങ്ങൾ കൃപയ്ക്ക് കീഴിൽ ആകുന്നതിന്റെ തെളിവ് ഞായറാഴ്ച മീറ്റിങ്ങിന് പോയി അവിടെ അന്യഭാഷയിൽ സംസാരിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നതല്ല. I believe in speaking in tongues. I've been speaking in tongues for the last 45 years. അന്യഭാഷയിൽ സംസാരിക്കുന്നത് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ 45 വർഷമായി അന്യഭാഷയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. Like Paul said in 1 Corinthians 14. പൗലോസ് 1 കൊരിന്ത്യർ 14 പറയുന്ന പോലെ, I thank God I speak in tongues more than all of you. നിങ്ങൾ എല്ലാവരിലും അധികം അന്യഭാഷയിൽ ഞാൻ സംസാരിക്കുന്നു എന്നുള്ളതിന് ഞാൻ ദൈവത്തിന് സ്തോത്രം കരുതുന്നു. But like Paul, I say I will not speak in tongues in the church. എന്നാൽ പൗലോസ് പറയുന്നത് പോലെ തന്നെ അതിനോട് ചേർന്ന് ഞാനും പറയുന്നു, എന്നാൽ സഭയിൽ ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുകയില്ല. I will speak in tongues when I speak to God in prayer, in private. ഞാൻ വ്യക്തിപരമായി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അന്യഭാഷയിൽ സംസാരിക്കും. It is a private love language between me and my Lord Jesus Christ. ഞാനും എൻ്റെ പ്രിയ കർത്താവുമായിട്ടുള്ള ഞങ്ങളുടെ സ്നേഹ സംഭാഷണമാണ്, ഞങ്ങളുടെ പ്രേമ സംഭാഷണമാണ് ഈ അന്യഭാഷ. But that is not the proof that I am under grace. എന്നാൽ അത് ഞാൻ കൃപയിലായിരിക്കുന്നു എന്നതിന്റെ തെളിവ് അതല്ല. There are a lot of people who speak in tongues on Sunday morning who will use the same tongue to shout at their wife, same Sunday afternoon. ഞായറാഴ്ച രാവിലെ അന്യഭാഷയിൽ സംസാരിച്ച ശേഷം ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് മാതൃഭാഷയിൽ ഭാര്യയോട് വഴക്കുണ്ടാക്കുന്ന അനേക ക്രിസ്ത്യാനികളുണ്ട്. Same tongue. അതേ നാവ് തന്നെ. You know, when I began to seek the Lord for the power of the Holy Spirit, ഞാൻ എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരുന്ന സമയത്ത്, more than 45 years ago, 45 വർഷങ്ങൾക്ക് മുമ്പ്, I said, Lord, I don't want the gift of tongues. ദൈവമേ, എനിക്ക് അന്യഭാഷയുടെ വരം എനിക്ക് വേണ്ട. I want to control my mother tongue that I don't get angry. കർത്താവേ, ഞാൻ ദേഷ്യപ്പെടാതെ വണ്ണം എൻ്റെ മാതൃഭാഷയെ നിയന്ത്രിക്കുവാനുള്ള ശക്തിയാണ് I എനിക്ക് want വേണ്ടത്. to overcome anger so that I don't get angry at home with my wife. കർത്താവേ, ഞാൻ എൻ്റെ ഭാര്യയോട് വീട്ടിൽ കോപിക്കാതിരിക്കുവാനുള്ള, കർത്താവേ, മാതൃഭാഷയിൽ എനിക്ക് നാവിനെ നിയന്ത്രിക്കാനുള്ള ശക്തിയാണ് എനിക്ക് വേണ്ടത്. That I don't get angry with the railway porter or the auto rickshaw driver who cheats me of money. കർത്താവേ, ഞാൻ ഓട്ടോറിക്ഷ ഡ്രൈവറും റെയിൽവേ പോർട്ടറും എന്നെ പറ്റിക്കുന്ന സമയത്ത് അവനോട് കോപപ്പെടാതിരിക്കുവാനുള്ള ശക്തിയാണ് എനിക്ക് വേണ്ടത്. It is this mother tongue that I want power over. കർത്താവേ, എനിക്ക് വേണ്ടത് എൻ്റെ മാതൃഭാഷയെ നിയന്ത്രിക്കുവാനുള്ള അങ്ങയുടെ ശക്തിയാണ് എനിക്ക് വേണ്ടത്. I don't care about other tongues. മറ്റ് അന്യഭാഷ ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും അതല്ല എൻ്റെ പ്രധാനം. for control over my mother tongue. എൻ്റെ മാതൃഭാഷയെ നിയന്ത്രിക്കുവാൻ, എൻ്റെ നാവിനെ നിയന്ത്രിക്കുവാനുള്ള ശക്തിക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. That's what God gave me. അതാണ് ദൈവം എനിക്ക് നൽകിയത്. And as a bonus, He also gave me other tongues. അതിനോട് ചേർന്ന് ഒരു ബോണസ് എന്ന വണ്ണം എനിക്ക് അന്യഭാഷയും ദൈവം നൽകി. But I would have been very disappointed if God had given me unknown tongues but not able to control my mother tongue. എന്നാൽ എനിക്ക് അന്യഭാഷ മാത്രമാണ് ലഭിച്ചത്. അന്യഭാഷ ലഭിച്ചു, പക്ഷേ എൻ്റെ മാതൃഭാഷയിൽ എൻ്റെ നാവിനെ നിയന്ത്രിക്കുവാനുള്ള ശക്തി എനിക്കില്ലായിരുന്നെങ്കിൽ എനിക്ക് വളരെ നിരാശയുണ്ടാകുമായിരുന്നു. I want to ask all of you who are speaking in unknown tongues. ഇവിടെ ഇരിക്കുന്ന അന്യഭാഷയിൽ സംസാരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ചോദിക്കട്ടെ, Are you happy with that even though you can't control your mother tongue? നിങ്ങളുടെ മാതൃഭാഷയെ നിയന്ത്രിക്കുവാൻ, നിങ്ങളുടെ നാവിനെ നിയന്ത്രിക്കുവാൻ നിങ്ങൾക്ക് ശക്തി ഇല്ലാതിരിക്കെ അന്യഭാഷയിൽ മാത്രം സംസാരിക്കുന്നതിൽ നിങ്ങൾ തൃപ്തരാണോ? You get angry and lose your temper in private, but you speak in unknown tongues and you're happy? നിങ്ങളുടെ രഹസ്യത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ദേഷ്യപ്പെടുകയും നിങ്ങൾ മാതൃഭാഷയിൽ നിങ്ങൾ നിയന്ത്രിക്കുവാൻ കഴിയാതെ വണ്ണം നിങ്ങൾ കോപിഷ്ഠരാകുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അതിൽ തൃപ്തരാണോ? I'm not trying to condemn you. ഞാൻ നിങ്ങളെ കുറ്റം വിധിക്കുകയല്ല. I'm inviting you, saying, brother, sister, come up higher. ഞാൻ നിങ്ങളെ, പ്രിയ സഹോദര സഹോദരി, മുകളിലേക്ക് കയറി വരുവാനായിട്ട് നിങ്ങളെ ക്ഷണിക്കുകയാണ്. Better life for you. നിങ്ങൾക്ക് ഒരു അനുഗ്രഹിക്കപ്പെട്ട മെച്ചമായ ഒരു ജീവിതം നിങ്ങൾക്ക്. What is the mark of a man who's under law? ന്യായപ്രമാണത്തിന്റെ കീഴിൽ You 10-year-old read Romans 6:14 and tell me. ഇവിടെ ആരെങ്കിലും 10 വയസ്സുള്ള ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം വായിച്ചിട്ട് നിങ്ങൾ പറയുക. Answer is this. ഇതാണ് അതിന്റെ ഉത്തരം. Sin rules over him. That's the mark of a man who's under law. ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ള ഒരു വ്യക്തിയുടെ തെളിവിതാണ്. പാപം അവന്റെ മേൽ കർത്തൃത്വം What is the നടത്തും. mark of a man who's under grace? കൃപയ്ക്ക് അധീനനായ ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ തെളിവെന്താണ്? Sin cannot rule him. പാപം അവനിൽ കർത്തൃത്വം He rules നടത്തുന്നു. over sin. അവൻ പാപത്തെ ജയിക്കുന്നു. പാപത്തിന്റെ മേൽ അവൻ വാഴുന്നു. In the battle with sin till now, sin was conquering him. ഇതുവരെ പാപം അവനെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇപ്പോൾ അവൻ പാപത്തോട് അവൻ പോരാടുന്നവനാണ്. അവൻ പാപത്തെ ജയിക്കുന്നവനാണ്. Because he's come under grace. കാരണം അവൻ കൃപയ്ക്ക് കീഴിലാണ്. Now ask yourself. ഇപ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ Be ചോദിക്കുക. honest now.
ഇപ്പോൾ സത്യസന്ധരായി, not according to what your pastor or anybody else told you. നിങ്ങളുടെ പാസ്റ്ററോ മറ്റാരെങ്കിലും നിങ്ങളോട് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾ സത്യസന്ധമായി നിങ്ങൾ ദൈവവചനത്തിലേക്ക് നോക്കുക. 14 says. എന്താണ് റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം പറയുന്നത് എന്ന് നിങ്ങൾ വേദപുസ്തകത്തിൽ Are നോക്കുക. you under law or under grace? നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ കീഴിലാണോ കൃപയുടെ കീഴിലാണോ? I was born again 60 years ago. 60 വർഷങ്ങൾക്ക് മുമ്പ് വീണ്ടും ജനനം പ്രാപിച്ച After വ്യക്തിയാണ് that, for ഞാൻ. 16 years, I was defeated by sin. തുടർന്നുള്ള 16 വർഷങ്ങൾ ഞാൻ പാപത്താൽ പരാജയപ്പെട്ടവനായിരുന്നു. But I would confess my sin. എന്നാൽ ഞാൻ എന്റെ പാപത്തെ ഏറ്റുപറയുമായിരുന്നു. 1 John 1:9 was my favorite verse. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം അതെനിക്ക് വളരെ പ്രിയപ്പെട്ട If we വാക്യമായിരുന്നു. confess our sins, He is faithful and just to forgive us our sins. നമ്മുടെ പാപത്തെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് ക്ഷമിക്കുവാനും വിശ്വസ്തനും നീതിമാനുമാണ്. 1 John 1:7, the blood of Jesus cleanses me from all sin. 1 യോഹന്നാൻ 1:7 യേശുവിന്റെ രക്തം സകല പാപവും പൊക്കി നമ്മെ But I ശുദ്ധീകരിക്കും. never took sin seriously. എന്നാൽ ഒരിക്കലും എന്റെ ജീവിതത്തിൽ പാപത്തെ ഞാൻ ഗൗരവമായി Like എടുത്തില്ല. it says in Hebrews 10:29. ഇബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ It says about people who treated the blood of Christ like something very cheap and common. അവിടെ ഇത് അവർ Who treated the blood of the covenant like something cheap and common. വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുന്നു, നിന്ദിക്കുകയും ചെയ്തവർ. You know, the word there in the original is something common. അവിടെ അതിന്റെ മൂലഭാഷയിലുള്ളത് അത് വളരെ സാധാരണമെന്നുള്ള രീതിയിൽ അവർ It says in those who treat the blood of the covenant something very common. നിയമരക്തത്തെ വളരെ സാധാരണമെന്നുള്ള രീതിയിൽ കരുതുന്നവർ. What is the blood of Christ? It's a liquid. യേശുവിന്റെ രക്തം അതെന്താണ്? അതൊരു ദ്രാവകമാണ്. What is the most common liquid we have? നമുക്കുള്ള വളരെ വളരെ എളുപ്പത്തിൽ ലഭിക്കുന്ന ദ്രാവകം എന്താണ്? Water. വെള്ളം. So this verse is saying those who treat the blood of Christ like tap water. ഇവിടെ യേശുക്രിസ്തുവിന്റെ രക്തത്തെ ഒരു ടാപ്പിലൂടെ ഒഴുകുന്ന വെള്ളത്തെ പോലെ കരുതുന്നവർ. When do you treat the blood of Christ like tap water? എങ്ങനെയാണ്, എപ്പോഴാണ് നിങ്ങൾ യേശുവിന്റെ രക്തത്തെ ഈ ഒരു ടാപ്പിലൂടെ ഒഴുകുന്ന വെള്ളത്തെ പോലെ നിങ്ങൾ കരുതുന്നത്, സാധാരണമായി എണ്ണുന്നത്? When you treat sin lightly. നിങ്ങൾ പാപത്തെ വളരെ വളരെ ലാഘവത്തോടുകൂടെ കാണുമ്പോൾ. Why is it you're not scared of dirtying your hands? നിങ്ങൾക്ക് You're not afraid of dirtying your hands. നിങ്ങളുടെ കയ്യിൽ അല്പം ചെളിയാകുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് വലിയ ഭാരമൊന്നുമില്ല. No. കാരണം Because water is cheap. കാരണം പോയി പെട്ടെന്ന് കൈ കഴുകാം, വെള്ളമുണ്ടല്ലോ. You go to the tap and wash it. ഉടനെ പോയി ടാപ്പിനടിയിൽ പോയി കൈ കഴുകുന്നു. 5 minutes later, it's again dirty. 5 മിനിറ്റ് കഴിഞ്ഞ് കയ്യിൽ വീണ്ടും ചെളിയായി. No problem. Go to the tap, wash it again. വീണ്ടും ടാപ്പിനടിയിലേക്ക് പോവുക, കൈ കഴുകുക. Half an hour later, it's dirty again. അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും No ചെളിയായി. problem. Wash your hands again. വീണ്ടും പോവുക, ടാപ്പിനടിയിൽ കൈ കഴുകുക. When you treat sin like that, നിങ്ങൾ അങ്ങനെയാണോ പാപത്തെ I got കാണുന്നത്? angry. It doesn't matter. The blood of Christ will cleanse me. കോപപ്പെടുന്നു, സാരമില്ല, യേശുവിന്റെ രക്തം കഴുകുന്നു. I watched a little pornography. Never mind. It's all right. The blood of Christ will cleanse me. കുറച്ച് അശ്ലീലമൊക്കെ കണ്ടു, സാരമില്ല, യേശുവിന്റെ രക്തം എന്നെ കഴുകും, പോയി കഴുകുന്നു. I had a bitter thought against somebody. It doesn't matter. The blood of Christ will cleanse me. എനിക്കൊരു വ്യക്തിയോട് വളരെ കയ്പും വിദ്വേഷവും ഉണ്ട്, സാരമില്ല, യേശുവിന്റെ രക്തം എന്നെ കഴുകും. And you lust after that woman walking down the road. റോഡിലൂടെ നടക്കുന്ന ആ യുവതിയെ നീ മോഹിക്കുന്നു. And secretly you watch these dirty movies. രഹസ്യമായി അശ്ലീല ചിത്രങ്ങൾ കാണുന്നു. And all these serials that are provoking you sexually. നിങ്ങളെ ലൈംഗികമായി ഉണർത്തുന്ന പലതരത്തിലുള്ള സീരിയലുകൾ കാണുന്നു. Oh, it doesn't matter. The blood of Christ, Lord, cleanse me. സാരമില്ല, യേശുവിന്റെ രക്തം എന്നെ കഴുകും. You are treating the blood of Christ like tap water. നിങ്ങൾ യേശുവിന്റെ രക്തത്തെ ഈ ടാപ്പിലൂടെ ഒഴുകുന്ന വെള്ളത്തെ പോലെയാണ് നിങ്ങൾ It says when you do that, you're insulting the Holy Spirit of grace. It says in verse 29. ഇവിടെ 29-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയാണ് ചെയ്യുന്നത്. Because grace is supposed to help you to overcome sin. കാരണം കൃപ നിങ്ങളെ പാപത്തിന്റെ മേൽ ജയകരമായ ഒരു ജീവിതത്തിലേക്ക് നിങ്ങളെ നയിക്കേണ്ട ആ കൃപയുടെ ആത്മാവിനെ നിങ്ങൾ നിന്ദിക്കുന്നു. Let me tell you something. ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ When you പറയാം. come up to a heavenly standpoint, നിങ്ങൾ ഒരു സ്വർഗീയമായ കാഴ്ചപ്പാടിലേക്ക് നിങ്ങളെ തന്നെ ഉയർത്തും. you will see the smallest sin as worse than 4th stage cancer.
നിങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർന്ന കാഴ്ചപ്പാടിൽ കാര്യങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ചെറിയ ഒരു പാപം പോലും അത് 4ാം സ്റ്റേജ് ക്യാൻസറിനെക്കാട്ടിലും വലിയതായിട്ട് നിങ്ങൾ കാണാൻ If you have some ache and you go to the doctor and says, I'm sorry, you got 4th stage cancer, you should have come and seen me 5 years ago. നിങ്ങൾക്ക് ചില രോഗവും പ്രയാസവുമായിട്ട് നിങ്ങൾ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ പറയുന്നു നിങ്ങളുടെ ക്യാൻസർ അത് 4ാം സ്റ്റേജ് കഴിഞ്ഞിരിക്കുന്നു, നിങ്ങൾ 5 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ വന്ന് കാണേണ്ടതായിരുന്നു, ഇപ്പോൾ ഞാൻ നിസ്സഹായനാണ്. You don't go laughing and say, oh, it doesn't matter, I'm going to go to sleep. ഞാൻ പോയി ഉറങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഡോക്ടറുടെ അടുത്ത് നിന്ന് നിങ്ങൾ തിരികെ പോവുകയില്ല. 4th stage cancer. എനിക്ക് 4ാം സ്റ്റേജ് ക്യാൻസർ ആണോ? What if your young boy or daughter has got 4th stage cancer? അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൊച്ചു മകനോ മകൾക്കോ ഈ 4ാം സ്റ്റേജ് ക്യാൻസർ ആണെങ്കിൽ Would it disturb you? അത് നിങ്ങളുടെ ഉറക്കം കെടുത്തുമോ? Would you say, oh, it doesn't matter? അത് സാരമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ Let me ask you, do you treat 4th stage cancer as more serious or some sin in your life as more serious? നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പാപത്തെയാണോ നിങ്ങൾ ഗൗരവമായി എടുക്കുന്നത്, അതോ നിങ്ങൾ ഇപ്രകാരമുള്ള ഒരു രോഗത്തെ 4th സ്റ്റേജ് ക്യാൻസറിനെയാണോ? You know, people who have heard me on the internet say, Brother Zach, why do you preach so hard against anger and sexual lust? ഇന്റർനെറ്റിലൊക്കെ എന്നെ കേൾക്കുന്നവർ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, സഹോദരൻ സാക്ക്, താങ്കൾ എന്താണ് ഇത്ര കർക്കശ്യത്തോടുകൂടെ കോപത്തെക്കുറിച്ചും ലൈംഗിക മോഹത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നത്? I'll tell you in very simple words. ഞാൻ വളരെ ലളിതമായിട്ട് അതിന്റെ ഉത്തരം ഞാൻ നിങ്ങളോട് Everybody knows the Sermon on the Mount, Matthew 5, 6 and 7. നിങ്ങൾക്കെല്ലാം മത്തായി 5, 6, 7 എഴുതിയിരിക്കുന്ന ആ പർവ്വത പ്രസംഗം നിങ്ങൾക്കറിയാമല്ലോ. Well known as the Sermon on the Mount. എല്ലാവർക്കും അത് പർവ്വത പ്രസംഗം എന്ന നിലയിൽ പ്രസിദ്ധമാണ്. At the end of it, ഈ പർവ്വത പ്രസംഗത്തിന്റെ അവസാനത്തിൽ Jesus said, യേശു പറഞ്ഞു, if you hear these words of mine എന്റെ ഈ വചനങ്ങളെ കേട്ട് and don't do it, അത് ചെയ്യാത്തവൻ, Matthew 7:26, മത്തായി 7:26, you hear it, നിങ്ങളത് കേൾക്കുന്നു, don't do it, അത് ചെയ്യാത്തവൻ you're like a foolish man who built his house on the sand, his house collapsed one day. മണലിന്മേൽ വീട് പണിയുന്ന മനുഷ്യനോട് തുല്യനാകുന്നു, ആ വീട് ഇടിഞ്ഞു പോകും. But verse 24, if you hear it and do it, you build on the rock that will remain forever. എന്നാൽ 24ാം വാക്യത്തിൽ വായിക്കുന്നു, നിങ്ങൾ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനാണെങ്കിൽ നിങ്ങൾ വീട് പാറമേൽ പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യനാണ്. Particularly these words that I spoke in chapter 5 and chapter 6. പ്രത്യേകിച്ച് ഞാൻ 5, 6 and 7 അധ്യായങ്ങളിൽ പറഞ്ഞ വാക്യങ്ങൾ. So when I read that, ഞാൻ അത് വായിച്ചപ്പോൾ I said, Lord, I don't want to build my house on sand that collapses when you come again. കർത്താവേ, അങ്ങ് വീണ്ടും വരുമ്പോൾ ഞാൻ എന്റെ വീട് മണലിന്മേൽ പണിഞ്ഞ് ആ വീട് ഇടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലായിരിക്കാൻ പാടില്ല. I want it to be built on rock. കർത്താവേ, എന്റെ ജീവിതം അത് പാറമേൽ പണിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I must read it and obey it. ഞാൻ ഇത് വായിക്കുക മാത്രമല്ല, അത് വായിച്ചനുസരിക്കണം. കർത്താവ്, let me tell you something. ഞാൻ നിങ്ങളോട് പറയട്ടെ, when I studied Matthew 5 and 6 and 7 slowly and carefully, മത്തായി 5, 6, 7 അധ്യായങ്ങൾ ഞാൻ വളരെ സാവധാനം ഞാൻ ശ്രദ്ധയോടെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ I found there are many sins he spoke about there. ഇവിടെ കർത്താവ് പറഞ്ഞ പല പാപങ്ങളുണ്ട്. For example, ഉദാഹരണത്തിന്, if you fast, നിങ്ങൾ ഉപവസിക്കുമ്പോൾ that's good. അത് നല്ലതാണ്. But if you tell other people how many days you fasted, that's an evil, that's a sin. നിങ്ങൾ എത്ര ദിവസമാണ് ഉപവസിക്കുന്നത് നിങ്ങളുടെ ഉപവാസത്തെ കുറിച്ച് പ്രസിദ്ധമാക്കുകയാണെങ്കിൽ അത് പാപമാണ്. If you don't believe me, Jesus said that in Matthew 7 and verse 16 to 18. Matthew 6 verse 16 to 18. മത്തായി 6:16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ആ കാര്യം എഴുതിയിരിക്കുന്നു. നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ അവിടെ നോക്കുക. Do you know the number of Christians and pastors who boast about how much they fasted? അവർ എത്ര ദിവസം ഉപവസിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് പ്രസിദ്ധമാക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്ന എത്ര പാസ്റ്റർമാരും വിശ്വാസികളും ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? Exactly what Jesus said, you should not talk about it. യേശുക്രിസ്തു പറഞ്ഞു, അത് അങ്ങനെ പറയരുത്, പ്രസിദ്ധമാക്കരുത്. അവർ അതിന് നേരെ വിപരീതമായിട്ട് ചെയ്യുന്നു. They hear it, but are they obeying it? ഇത് കേൾക്കുന്നു, പക്ഷെ ചെയ്യുന്നുണ്ടോ? Are these people building on sand or rock? You tell me. നിങ്ങൾ പറയുക, അവര് വീട് പണിയുന്നത് പാറമേലാണോ മണലിന്മേലാണോ? There are many commands like that. I'm not going to go into all of them. അങ്ങനെയുള്ള പല കൽപ്പനകൾ ഇവിടെ ഉണ്ട്. ഞാൻ എല്ലാറ്റിലേക്കും ഞാൻ കടന്നു പോകുന്നില്ല. Give money, don't let anybody know about it. നിങ്ങൾ പണം കൊടുക്കുമ്പോൾ മറ്റാരും അത് അറിയരുത്. Do you follow that? നിങ്ങൾ അത് പിൻപറ്റാറുണ്ടോ? Or you only hear it and don't do it? നിങ്ങൾ അത് കേട്ട് അത് പിൻപറ്റാതിരിക്കുകയാണോ? If you're like that, I want to say to you, you're building on sand. നിങ്ങൾ അപ്രകാരമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ വീട്, നിങ്ങളുടെ ജീവിതം നിങ്ങൾ പണിയുന്നത് മണലിന്മേലാണ്. I'll tell you, it's very dangerous to listen to me preach. ഞാൻ പ്രസംഗിക്കുന്നത് കേൾക്കുന്നത് വളരെ അപകടകരമാണ് പ്രിയമുള്ളവരെ. You'll have to answer to God for more in the day of judgment. നിങ്ങൾക്ക് ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ കണക്ക് കൊടുക്കേണ്ടി വരും. I told people in my church,
If you're not serious obeying me, please don't come to my church. You'll have a lot to answer for in the day of judgment. നിങ്ങൾ എൻ്റെ സഭയിലുള്ള ആളുകളോട് ഞാൻ പറയാറുണ്ട്, ദൈവവചനം അനുസരിക്കുന്നതിൽ നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ നിങ്ങൾ ദയവായിട്ട് ഇവിടെ വരാതിരിക്കുക. നിങ്ങൾക്ക് മറ്റു പല സഭകളുണ്ടല്ലോ, അവിടെയൊക്കെ പോകാം. They don't talk about these things, you'll be okay there. ഈ കാര്യങ്ങളൊന്നും അവിടെ പറയാറില്ല, നിങ്ങൾക്ക് അവിടെ പോയി സമാധാനത്തോടെ ഇരിക്കാം. ഇവിടെ വന്നാൽ കൂടുതൽ കണക്ക് ദൈവത്തിന് മുമ്പാകെ കൊടുക്കേണ്ടി വരും. You may go to hell, I don't know, but at least you won't be under judgment for disobeying. ഒരുപക്ഷെ നിങ്ങൾ ആ കാര്യങ്ങൾ കേൾക്കാതെ ഒരുപക്ഷെ നരകത്തിൽ എത്തിയേക്കാം. പക്ഷേ okay, now among all these commands in Matthew 5, 6 and 7, മത്തായി 5, 6, 7 ഈ എല്ലാ കൽപ്പനകളും നോക്കുക. There are only 2 sins among all the sins Jesus mentioned, only 2 sins which he said will take you to hell. ഇവിടെ ഈ പറഞ്ഞ എല്ലാ കൽപ്പനകളും പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിൽ 2 കാര്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് കർത്താവ് പറയുന്നു, ഈ കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങൾ അത് നരകത്തിൽ കൊണ്ടെത്തിക്കും. He didn't say if you tell others how long you fast you'll go to hell. He didn't say that. നിങ്ങൾ നിങ്ങളുടെ ഉപവാസം എത്ര നാൾ ഉപവസിക്കുന്നുവെന്ന് പ്രസിദ്ധമാക്കിയാൽ നിങ്ങൾ നരകത്തിൽ പോകുമെന്ന് കർത്താവ് പറഞ്ഞില്ല. Here are the 2 things he said will take you to hell. എന്നാൽ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ അത് നിങ്ങളെ നരകത്തിൽ എത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. Matthew 5, 21, 22. മത്തായി 5:22. If you get angry with your brother സഹോദരനോട് കോപിക്കുന്നവനെല്ലാം, or with your wife, അല്ലെങ്കിൽ നിന്റെ ഭാര്യ, or your husband, അല്ലെങ്കിൽ നിന്റെ or ഭർത്താവ്, somebody else, അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും, and again you get more angry, അതിനെ തുടർന്ന് കുറച്ചുകൂടെ ദേഷ്യം മൂക്കുന്നു, and some more, കുറച്ചുകൂടെ കോപം മൂക്കുന്നു, you will be guilty enough to go to hell. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ അഗ്നി നരകത്തിന് യോഗ്യനാകും. 22-ാം വാക്യം. Anger can lead you to hell. കോപം നിങ്ങളെ നരകത്തിലേക്ക് നയിക്കുമോ? I said, Lord, help me to fear your word and tremble at your word. ഞാൻ പറഞ്ഞു, ദൈവമേ, കർത്താവേ, അങ്ങയുടെ വചനത്തിന് മുമ്പാകെ വിറയ്ക്കുവാൻ, അങ്ങയുടെ വചനത്തെ ഗൗരവമായിട്ട് എടുക്കുവാൻ എന്നെ സഹായിക്കണമേ. That's number 1 sin. ഒന്നാമത്തെ പാപം. Secondly, രണ്ടാമത്, verse 29. 29-ാം വാക്യം. If your eye causes you to verse 28, if you look at a woman with lust in your heart, 28-ാം വാക്യം. സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം. you don't commit adultery with her. നിങ്ങൾ ഭൗതികമായി അവളോട് വ്യഭിചാരം ചെയ്യുന്നില്ല, It's only in your mind. നിങ്ങളുടെ മനസ്സിലാണ്. No, it's somebody who's not your wife, നിങ്ങളുടെ ഭാര്യയല്ലാത്ത ഒരു വ്യക്തിയെ, somebody else's wife or daughter or some other woman, മറ്റൊരു വ്യക്തിയുടെ ഭാര്യയാകാം, മകളാകാം, മറ്റെങ്കിൽ മറ്റൊരു സ്ത്രീ, and you lust. നിങ്ങൾ അവളെ മോഹിക്കുന്നു. All watching pornography is lust. അല്ലെങ്കിൽ നിങ്ങൾ അശ്ലീല കാര്യങ്ങൾ കാണുന്നത് അത് ഈ മോഹത്തിനെ പൂർത്തി വരുത്തുവാൻ ശ്രമിക്കുക. Would you like your daughter to take off her clothes and act in that pornographic movie? നിങ്ങൾ കാണുന്ന ആ അശ്ലീല ചിത്രത്തിൽ നിങ്ങളുടെ മകൾ അവളുടെ വ്യവസ്ഥയായി അവിടെ അഭിനയിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുമോ? Will you like to see your daughter doing that? നിങ്ങളുടെ മകൾ അത് ചെയ്യുന്നത് കാണുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഇല്ല. Then why do you watch it? പിന്നെ നിങ്ങൾ എന്തിനാണ് അത് കാണുന്നത്? Because you say, oh, that's somebody else's daughter, I don't നിങ്ങൾ care. പറയുന്നു, അത് മറ്റാരുടെയെങ്കിലും മകളാണ്, എനിക്ക് പ്രശ്നമില്ല. Are you a Christian or a heathen? നിങ്ങളൊരു ക്രിസ്ത്യാനിയാണോ അതോ നിങ്ങൾ You lust with your eyes. നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് മോഹിക്കുന്നു. Verse 29. 29. It's better to pull it out and throw it away. നിങ്ങളത് ചൂന്നെടുത്ത് എറിഞ്ഞു കളയുന്നതാണ് നല്ലത്. Otherwise your whole body will go to hell. Verse 29. 29 പറയുന്നു, അല്ലെങ്കിൽ നിന്റെ ശരീരം മുഴുവൻ നരകത്തിൽ വീഴുന്നതിനേക്കാൾ. Verse 30. 30-ാം വാക്യം. If you commit sexual sin with your right hand, നിങ്ങളുടെ വലം കൈ കൊണ്ട് നിങ്ങൾ ലൈംഗികമായ പാപം ചെയ്യുന്നുവെങ്കിൽ, and it's better to cut it off. നിങ്ങൾ ആ കൈയെ Otherwise, verse 30, you'll go to hell. അല്ലെങ്കിൽ അതിന്റെ അവസാനം പറയുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ശരീരം മുഴുവൻ നരകത്തിൽ പോകുന്നതിനേക്കാൾ. Answer this question people ask me. എന്നോട് ആളുകൾ ചോദിക്കുന്ന ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്. Brother Zach, why do you speak so much against anger and sexual lust? സഹോദരൻ സാക്ക്, താങ്കൾ എന്തിനാണ് ഇത്രയധികം കോപത്തെക്കുറിച്ചും മോഹത്തെക്കുറിച്ചും സംസാരിക്കുന്നത്? Because you go to the YouTube, you'll never find anybody speaking as much against it as I do. ഞാൻ സംസാരിക്കുന്ന അത്രയും നിങ്ങൾ യൂട്യൂബിൽ പോയി നോക്കിയാൽ മറ്റാരും സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയില്ല. Because Jesus said these are the only 2 sins that will take you to hell. ഞാൻ അങ്ങനെ സംസാരിക്കുന്നതിന് കാരണം നിങ്ങളെ നരകത്തിലേക്ക് എത്തിക്കുവാൻ പര്യാപ്തമായ ഈ പാപങ്ങൾ ഈ 2 ആണ് എന്ന് യേശു പറഞ്ഞു. I want to save people from hell. ആളുകളെ നരകത്തിൽ നിന്ന് രക്ഷിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട്. I don't want to just tell them believe in the Lord Jesus Christ and you won't go to hell. ആളുകളോട് നിങ്ങൾ യേശുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾ നരകത്തിൽ പോവുകയില്ല, സ്വർഗ്ഗത്തിലേക്ക് പോകുമെന്ന് അവരെ തെറ്റിദ്ധരിപ്പിക്കുവാൻ എനിക്ക് ആഗ്രഹമില്ല. Tell them what the Bible says. ദൈവവചനം എന്ത് പറയുന്നുവെന്ന് അവരെ പഠിപ്പിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട്. You say, oh, Jesus said
I have eternal life and no one can pluck me out of his hand. നിങ്ങൾ പറഞ്ഞേക്കാം, യേശു പറഞ്ഞല്ലോ, അവന് ഞാൻ നിത്യജീവനെ നൽകുന്നു, എൻ്റെ കയ്യിൽ നിന്ന് ആർക്കും അവനെ പറിച്ചെടുത്ത് കളയുവാൻ കഴിയുകയില്ല. Okay, let's read that verse. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. Slowly, always slowly. വളരെ പതുക്കെ ആ വാക്യം ഒന്ന് And read വായിക്കാം. the verse before and after. അതിന് മുമ്പ് പുറകുമുള്ള വാക്യം വായിക്കാം. John chapter 10, യോഹന്നാൻ 10-ാം അധ്യായം verse 28. 28-ാം വാക്യം. I give eternal life and they'll never perish. No one can snatch them out of my hand. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. To whom? ഇതാരോടാണ് പറയുന്നത്? Everybody? എല്ലാരോടുമാണോ പറയുന്നത്? No, let's read. അതെല്ലാരോടുമല്ല. നമ്മളൊന്ന് വ്യക്തതയോടെ വായിക്കുക. 27. 27-ാം വാക്യം. My sheep who hear my voice. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. Who hear my voice about anger. ഞാൻ കോപത്തെക്കുറിച്ച് സംസാരിച്ച ആ വാക്യം Who കേൾക്കുന്ന hear my എൻ്റെ voice ആടുകൾ. about sexual lust. ലൈംഗിക മോഹത്തെക്കുറിച്ച് ഞാൻ മത്തായി 5-ൽ പറഞ്ഞ ആ വാക്ക് കേൾക്കുന്ന എൻ്റെ ആടുകൾ. I know them. അവയെ ഞാൻ അറിയുന്നു. And they follow me in what I have said. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്നെ അനുഗമിക്കുന്നവരാണ് ആ And ആടുകൾ. then I give them eternal life. അങ്ങനെയുള്ള ആ ആടുകൾക്ക് ഞാൻ നിത്യജീവൻ കൊടുക്കുന്നു. That's what I preach. അതാണ് ഞാൻ If പ്രസംഗിക്കുന്നത്. you hear the word of Jesus, നിങ്ങൾ യേശുവിന്റെ വചനം നിങ്ങൾ verse കേൾക്കുന്നു, 27, 37-ാം വാക്യം, and you follow it, അത് നിങ്ങൾ പിൻപറ്റുന്നുവെങ്കിൽ, then verse 28, he'll give you eternal life. 28-ാം വാക്യം, അങ്ങനെയെങ്കിൽ നിത്യജീവൻ അവൻ നിങ്ങൾക്ക് നൽകുന്നു. You see, I thought it was by faith. എന്നാൽ നിങ്ങൾ പറയുന്നു വിശ്വാസം കൊണ്ടല്ലേ? Yes, James 2 says faith without works is dead. എന്നാൽ യാക്കോബ് 2-ാം അധ്യായത്തിൽ പറയുന്നു പ്രവൃത്തി കൂടാത്ത വിശ്വാസം ചത്തതാണ്. James says faith without works is like a dead body that cannot breathe. മരിച്ചു കിടന്ന് ശ്വസിക്കുവാൻ കഴിയാത്ത ഒരു ശവശരീരം പോലെയാണ് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം. You know, doctrine is like the parts of our body. ഉപദേശ സംഹിതകൾ അത് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ പോലെയാണ്. If you have all 10 fingers, all 10 toes and 2 eyes and all parts of the body, then all your doctrines are correct. നിങ്ങളുടെ കയ്യിൽ 5 വിരലുകളുണ്ട്, കാലിലും അതുപോലെ ഉണ്ട്, നിങ്ങൾക്ക് കൈപ്പത്തിയുണ്ട്, കാൽപ്പത്തിയുണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉപദേശങ്ങളൊക്കെ ശരിയാണ്. Some denominations don't have all the doctrines, just like a person without one hand. ഒരു വ്യക്തിക്ക് ഒരു കൈ ഇല്ലാത്തതുപോലെ ചില സഭകൾക്ക് അവരുടെ ഉപദേശത്തിൽ ചില കുറവുണ്ട്. Now tell me, James says, which is more important? എന്നാൽ യാക്കോബ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പറയുക, ഏതാണ് കൂടുതൽ പ്രധാനം? The parts of the body or the life breath in the body? ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും ഉണ്ടാവുന്നതാണോ പ്രധാനം, അതോ ശരീരത്തിൽ ജീവൻ ഉണ്ടാവുന്നതാണോ പ്രധാനം? Is it more dangerous to lose one hand or to lose your breath? ഒരു കൈ പോകുന്നതാണോ കൂടുതൽ കുഴപ്പം, അതോ നിങ്ങളുടെ ശ്വാസം നിലയ്ക്കുന്നതാണോ? Faith without works is like a man with all the parts of his body but no breath, he's dead. എന്നാൽ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം, ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും ഉള്ള ഒരു വ്യക്തി, എന്നാൽ ആ വ്യക്തി ശ്വാസമില്ലാതെ മരിച്ചു കിടക്കുന്നു. അതുപോലെയാണ്. Dear brothers and sisters, പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, when you go to bed tonight, ഇന്ന് രാത്രി നിങ്ങൾ കിടക്കുവാൻ പോകുമ്പോൾ please think about what you heard. ഇന്ന് നിങ്ങൾ കേട്ട കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. And turn around from things God's telling you to turn around from. ഇന്ന് നിങ്ങളോട് ദൈവം ആഹ്വാനം ചെയ്യുന്ന, പൂർണ്ണമായി തിരിയുവാനായിട്ട് ദൈവം നിങ്ങളോട് പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. I am not inviting people to join my church. എൻ്റെ സഭയിലേക്ക് ആളുകളെ കൂട്ടുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം. I've never in my life invited anybody to join my church. എൻ്റെ സഭയിലേക്ക് നിങ്ങൾ സഭയിൽ ചേരുക എന്ന് ഞാൻ ഇതുവരെ ഒരു വ്യക്തിയോടും ആഹ്വാനം ചെയ്തിട്ടില്ല. They come on their own, I never invite them. ഞാൻ അവരെ ക്ഷണിച്ചിട്ടില്ല, അവരെ തനിയെ വരുന്നു. And God is my witness that I'm speaking the truth. ഞാൻ സത്യമാണ് സംസാരിക്കുന്നത് എന്നുള്ളതിന് ദൈവം സാക്ഷിയാണ്. I'm inviting you to follow Jesus Christ. യേശുവിനെ പിൻപറ്റുവാനാണ് ഞാൻ നിങ്ങളെ ഇന്ന് ആഹ്വാനം And to ചെയ്യുന്നത്. obey the word of God. ദൈവവചനം അനുസരിക്കുവാനാണ് ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത്. So that when Christ comes again, you can stand boldly before him. കർത്താവ് വീണ്ടും മടങ്ങി വരുമ്പോൾ അവന്റെ മുമ്പാകെ ലജ്ജ കൂടാതെ വണ്ണം നിൽക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഇത് നിങ്ങളോട് പറയുന്നത്. We'll think more about it tomorrow evening. നാളെ വൈകുന്നേരം ഈ കാര്യങ്ങളെക്കുറിച്ച് Let's pray. കുറച്ചുകൂടെ നമുക്ക് ചിന്തിക്കാം. നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. While our heads are bowed in prayer, നമ്മുടെ തലകൾ പ്രാർത്ഥനയ്ക്കായി വണങ്ങിയിരിക്കുമ്പോൾ will you pray us, all of you, will you pray a simple prayer in your thoughts to the Lord? ഇന്ന് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മനസ്സിൽ ദൈവത്തോട് ലളിതമായ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക. Lord, please don't let me forget what I heard today.
ദൈവമേ, ഞാൻ ഇന്ന് കേട്ട കാര്യങ്ങൾ മറക്കുവാൻ എന്നെ അനുവദിക്കരുതേ. Not what Brother Zach said, but what we read from your word. കർത്താവേ, സഹോദരൻ സാക്ക് പറഞ്ഞ കാര്യങ്ങളല്ല, എന്നാൽ ദൈവവചനത്തിൽ നിന്ന് ഞാൻ കേട്ട വായിച്ച കാര്യങ്ങൾ മറക്കുവാൻ കർത്താവേ എന്നെ അനുവദിക്കരുതേ. Thank you, Father. ദൈവമേ, നന്ദി. In Jesus' name. യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen. ആമേൻ. Thank you, brothers and sisters, for listening patiently. ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു.